ഇപ്പോൾ VM സുധീരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം തീരുമാനത്തിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തുടർച്ചയായി മത്സരിക്കുന്നവരുടെ കാര്യമൊക്കെ ഹൈക്കമാൻഡിൻ്റെ തലത്തിലായിരിക്കും ചർച്ച? അല്ല, അതിപ്പോൾ സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള ഏതെല്ലാം കാര്യങ്ങൾ വേണം, എങ്ങനെ വേണം, അതിനെന്തെങ്കിലും പ്രത്യേകമായ മാനദണ്ഡങ്ങൾ വേണോ, ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഒരു അന്തിമ തീരുമാനം എടുക്കുന്ന ആ തലത്തിൽ തന്നെയായിരിക്കും. അല്ല, അന്തിമ തീരുമാനം എടുക്കുന്ന ഹൈക്കമാൻഡ് തലത്തിൽ തന്നെയായിരിക്കും. സ്വാഭാവികമായി അവരാണല്ലോ തീരുമാനിക്കേണ്ടത്. അല്ല, സ്വാഭാവികമായി യുവാക്കൾക്കും വനിതകൾക്കും മറ്റേത് കാലത്തേക്കാളും കൂടുതൽ പ്രാതിനിധ്യം ഈ പട്ടികയിൽ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു. ഇടുക്കിയിൽ കടബാധ്യതയെ തുടർന്ന് ഏലം കർഷകൻ സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്തു. ഇടുക്കി പൂപ്പാറയിലാണ് സംഭവം. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, ഏറെ ദാരുണമായ സംഭവം, എന്താണ് വിശദാംശങ്ങൾ? ലെസ്ലി. ഇടുക്കിയിൽ കടബാധ്യതയെ തുടർന്ന് ഏലം കർഷകൻ സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്തു. ഇടുക്കി പൂപ്പാറയിലാണ് ആത്മഹത്യ നടന്നത്. അല്പസമയത്തിനകം ലെസ്ലി ഇതിൻ്റെ വിവരങ്ങളുമായി ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കിയിലാണ് കേരളത്തെ നടുക്കിയ ഏറ്റവും ദാരുണമായ സംഭവമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ആത്മഹത്യ നടന്നിട്ടുള്ളത്. കടക്കണിയിലായ കർഷകനാണ് ചിതയൊരുക്കി. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യം എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്തു ഒരു കർഷകൻ ഇടുക്കി പൂപ്പാറയിൽ. ലെസ്ലി ജോൺ. ലെസ്ലി, കേൾക്കാൻ കഴിയുമോ? ലെസ്ലി, ആരാണ് ആത്മഹത്യ ചെയ്തത്? എന്താണ് അദ്ദേഹത്തിൻ്റെ പേരുവിവരങ്ങൾ? എപ്പോഴായിരുന്നു സംഭവം? ഇന്ന് പുലർച്ചയോടെയാണ് ഇടുക്കി പൂപ്പാറയിൽ വട്ടത്തോട്ടിൽ വീട്ടിൽ വിജയൻ ആത്മഹത്യ ചെയ്തത്. സ്വയം ചിതയൊരുക്കി ഇതിൽ ചാടി മരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് താൻ മരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും വിശദമായി എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് ആത്മഹത്യാക്കുറിപ്പ് 2 ദിവസങ്ങളിലായി രേഖപ്പെടുത്തിയ ആത്മഹത്യാക്കുറിപ്പുകൾ പോലീസിന്റെ പക്കലുണ്ട്. എന്തായാലും ഏലം കർഷകർ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇരയായി മാറിയിരിക്കുകയാണ് വിജയൻ. തെരഞ്ഞെടുപ്പ് സമിതി യോഗം അല്പം മുമ്പ് തിരുവനന്തപുരത്ത് സമാപിച്ചു. ഹൈക്കമാൻഡ് നൽകേണ്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് യോഗം അന്തിമ രൂപം നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, ഹൈക്കമാൻഡ് നൽകേണ്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ആയിട്ടുണ്ടോ? ആരോപണ വിധേയർ മത്സരിക്കേണ്ട എന്ന VM സുധീരൻ്റെ അഭിപ്രായത്തിന് പിന്നാലെയാണ് ഇന്ന് യോഗം ചേർന്നത്. വിശദാംശങ്ങൾ. ഹാരി, തെരഞ്ഞെടുപ്പ് സമിതി യോഗം KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം അവസാനിച്ചുവെങ്കിലും ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. കാരണം നിലവിൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 82 സീറ്റുകളിലേക്കുള്ള പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. കാരണം ഘടകകക്ഷികളിൽ നിന്നും ചില സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം കോൺഗ്രസ് മത്സരിക്കുന്ന ചില സീറ്റുകൾ ഘടകകക്ഷികളും പരസ്പരം ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മുന്നണിയിൽ ഒരു പരിപൂർണമായ തീരുമാനത്തിൽ എത്തിയിട്ടില്ലാത്തതിനാൽ ഇതൊരു പൂർണ്ണമായ പട്ടികയാണെന്ന് പറയാനാവില്ല. നിലവിൽ ഒരു പട്ടിക ഹൈക്കമാൻഡിന് സമർപ്പിക്കേണ്ട പട്ടികയുടെ ഒരു കരട് രൂപമാണ് നിലവിൽ തയ്യാറായിരിക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ ഒറ്റ പേര് മാത്രമായി തീരുമാനിച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരമാണ്. കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന മണ്ഡലമടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ മാത്രം ഒരു പേർ മാത്രം മതി എന്ന് പൊതുവിൽ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ പല മണ്ഡലങ്ങളിലും ഒന്നിലേറെ പേരുകൾ, അത് ചില മണ്ഡലങ്ങളിൽ 3, 4, 5 പേരുകൾ വരെ ആയിട്ടുണ്ട്. നിലവിൽ ഏറ്റവും പ്രധാനമായും അറിയിക്കാനുള്ളൊരു വസ്തുത, നിലവിൽ സിറ്റിംഗ് MLA-മാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പട്ടികയാണ് ഇപ്പോൾ നിലവിൽ തയ്യാറായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നേരത്തെ തന്നെ താൻ മത്സരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്ന TN പ്രതാപൻ അടക്കമുള്ളവരുടെ പേരുകൾ, അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ളവരുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പട്ടികയാണ് നിലവിൽ തയ്യാറായിരിക്കുന്നത്. അതിന് VM സുധീരൻ പറഞ്ഞൊരു കാര്യം, നിലവിലത്തെ സിറ്റിംഗ് MLA-മാരെ ആരെയും ഒഴിവാക്കാൻ തങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സമിതിക്ക് അധികാരമില്ല. അത് ദില്ലിയിലായിരിക്കും അതിൻ്റെ അന്തിമമായ രൂപമുണ്ടാകുക. അതോടൊപ്പം ഇതിൽ ഏത് തരത്തിലായിരിക്കണം തുടർച്ചയായി മത്സരിക്കുന്നവരെ ഒഴിവാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഒരു വട്ടം കൂടെ
ഇവിടെ ഇനി തുടർച്ച നൽകേണ്ടതുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളുടെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് അത് കേരളത്തിലായിരിക്കില്ല, അത് ഹൈക്കമാൻഡിൻ്റെ മുന്നിലായിരിക്കും. അതിനായി 28-ന് ഉച്ചയ്ക്ക് അവർ ദില്ലിയിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ ഇത് സംബന്ധിച്ച് വിവിധ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും തിരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗങ്ങളും മുതിർന്ന പ്രവർത്തകരും ഒപ്പം നേതാക്കന്മാരും നിർദ്ദേശിച്ചിരിക്കുന്ന പേരുകളടങ്ങുന്ന നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള പല മണ്ഡലങ്ങളിലും ഒന്നിലധികം പേരുകളുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പട്ടികയുമായിട്ടായിരിക്കും വരുന്ന ദിവസം മുഖ്യമന്ത്രിയും KPC പ്രസിഡന്റും രമേശ് ചെന്നിത്തലയും ദില്ലിക്ക് പോവുക. അവിടെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഉണ്ടാവും. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം ഗുലാം നബി ആസാദ് അതടക്കമുള്ള നേതാക്കന്മാരുമായി ഇരുന്നു കൊണ്ട് ഈ കാര്യത്തിൽ ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി ഒരു പട്ടിക തയ്യാറാക്കിയതിനു ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ വിലയിരുത്തൽ ശേഷമായിരിക്കും അന്തിമമായ ഒരു പേരിലേക്ക് ഓരോ മണ്ഡലത്തിലെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ മത്സരിക്കണമെന്നുള്ള അന്തിമ പേരിലേക്ക് എത്തുക. ഇതിൽ ഏറ്റവും പ്രധാനമായൊരു കാര്യം VM സുധീരൻ്റെ പേര് ഉൾപ്പെടുത്താതെയാണ് ഇപ്പോൾ ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ആ കാര്യത്തിൽ VM സുധീരൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. നേരത്തെ അദ്ദേഹം മണലൂരിൽ മത്സരിക്കും എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ ആ വാർത്തകൾക്ക് അടിസ്ഥാനമില്ല എന്ന് ഈ കേരളത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്ന ലിസ്റ്റിൽ VM സുധീരൻ്റെ പേരില്ല എന്ന് VM സുധീരൻ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുന്ന കാര്യത്തിലടക്കമുള്ള കാര്യങ്ങൾ ഇതാണ് ഇപ്പോൾ VM സുധീരൻ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വിശദീകരിച്ചതും. ഹാരി. ശരി, ജീവൻകുമാർ. UDF ഉഭയകക്ഷി ചർച്ചകൾ പരാജയപ്പെട്ടു. സീറ്റുകൾ വെച്ചുമാറണമെന്ന JDU-വിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളിയതോടെ ചർച്ച ഉടക്കിപ്പിരിഞ്ഞു. 7 സീറ്റുകളിലും കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞ് JDU ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിജയസാധ്യതയുള്ള സീറ്റ് നൽകാത്തതിനെ തുടർന്ന് RSPയുമായുള്ള ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞു. ജനതാദൾ യു സീറ്റുകൾ വെച്ചുമാറണമെന്ന ആവശ്യമാണ് പ്രധാനമായും ക്ലിഫ് ഹൗസിൽ നടന്ന കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. മട്ടന്നൂർ, എലത്തൂർ, നേമം എന്നീ മണ്ഡലങ്ങളാണ് JDU മാറ്റണമെന്നാവശ്യപ്പെട്ടത്. നേമത്തിന് പകരം കോവളം എന്നുള്ള JDU-വിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചതാണ് ചർച്ച വഴിമുട്ടാനിടയാക്കിയത്. കായംകുളമാണ് പാർട്ടി ചോദിക്കുന്ന മറ്റൊരു സീറ്റ്. എന്നാൽ ഇതും കോൺഗ്രസ് അംഗീകരിച്ചില്ല. എന്നാൽ JDU-വിനുള്ള 7 സീറ്റിലും കോൺഗ്രസ് തന്നെ മത്സരിക്കൂ എന്ന് വീരേന്ദ്രകുമാർ അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കി ചർച്ചയിൽ നിന്നും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. പൂർത്തിയായിട്ടില്ല. ഇനിയുള്ള ചർച്ചകൾ ദില്ലിയിൽ മാത്രമാകും നടക്കുകയെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. തുടർന്ന് RSPയുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയും പരാജയപ്പെട്ടു. 6 സീറ്റാണ് RSP ആവശ്യപ്പെട്ടത്. എന്നാൽ 5 എണ്ണം എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചുനിന്നു. ആറ്റിങ്ങൽ, മാവേലിക്കര എന്നീ വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ മാറ്റി നൽകണമെന്ന ആവശ്യവും കോൺഗ്രസ് അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് ചർച്ച അലസിയത്. ഇരുവരുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. തിങ്കളാഴ്ചയാണ് കേരള കോൺഗ്രസ് എമ്മുമായും ജേക്കബ് വിഭാഗവുമായുള്ള അവസാനവട്ട സീറ്റ് ചർച്ച തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസ് നിലപാട് മയപ്പെടുത്തുന്നില്ലെങ്കിൽ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാകും എന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂരിനെതിരെ അങ്കമാലിയിൽ പോസ്റ്ററുകൾ. ഓട്ടോയിൽ കയറാൻ പോലും ആളില്ലാത്ത പാർട്ടിയുമായി വന്ന് MLA ആകാൻ അനുവദിക്കില്ലെന്നും ഭയപ്പെടുത്തി സീറ്റ് വാങ്ങി മത്സരിക്കാമെന്ന് ഘടകകക്ഷികൾ നോക്കേണ്ട എന്നുമാണ് സേവ് കോൺഗ്രസിന്റെ പേരിലുള്ള പോസ്റ്ററിൽ പറയുന്നത്. അങ്കമാലി സീറ്റിനെ ചൊല്ലി UDF-ൽ തർക്കം ശക്തമാകുന്ന വേളയിലാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂരിനെതിരെ പോസ്റ്ററുകൾ പ്രചരിക്കുന്നത്. ഓട്ടോയിൽ കയറാൻ പോലും ആളില്ലാത്ത പാർട്ടിയുമായി വന്ന് അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അതിനെ അനുവദിക്കില്ല എന്നാണ് സേവ് കോൺഗ്രസിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ പറയുന്നത്. അങ്കമാലി, ഇത് വിമോചന സമരത്തിന്റെ നാട്, കോൺഗ്രസിന്റെ ഉറച്ച മണ്ണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ അവഗണിച്ചാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും പോസ്റ്ററിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഘടകകക്ഷികളുടെ കയ്യിൽ നിന്ന് അങ്കമാലി സീറ്റ് ഏറ്റെടുക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് ആവശ്യപ്പെടുന്ന പോസ്റ്ററിൽ ഭയപ്പെടുത്തി അങ്കമാലി സീറ്റിൽ മത്സരിക്കാമെന്ന് ഘടകകക്ഷികൾ വിചാരിക്കേണ്ട എന്നും കോൺഗ്രസിന്റെ മണ്ണ് കണ്ട് ഘടകകക്ഷികൾ കൊതിക്കേണ്ട എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7170 വോട്ടിന് ജനതാദൾ എസ് നേതാവ് ജോസ് തെറ്റേലിനോട് പരാജയപ്പെട്ടെങ്കിലും ഈ സീറ്റ് കിട്ടിയേ തീരൂ എന്ന കടുംപിടുത്തമാണ് ജോണി നെല്ലൂരിനുള്ളത്. എന്നാൽ NSU ദേശീയ പ്രസിഡന്റ് റോജി M. ജോണിനെ സീറ്റ് നൽകണം എന്ന ആവശ്യത്തിൽ കോൺഗ്രസ് നേതാക്കളും ഉറച്ചു നിൽക്കുകയാണ്. റോജി M. ജോണിനു വേണ്ടി അണികൾ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. അങ്കമാലി സീറ്റിനെ ചൊല്ലിയുള്ള UDF-ലെ ചർച്ച അന്തിമഘട്ടത്തോടടുക്കുമ്പോഴാണ് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് പോസ്റ്ററുകൾ വ്യാപകമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ KK രാമചന്ദ്രൻ മാസ്റ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഭൂമി മാത്രമല്ല, വായുവും വെള്ളവും ആകാശവും സൂര്യനും വിവിധ കമ്പനികൾക്ക് തീറെഴുതിയ സർക്കാരിൻ്റെ അടുത്ത ലക്ഷ്യം ദൈവമായിരിക്കുമെന്നാണ് രാമചന്ദ്രൻ മാസ്റ്ററുടെ വിമർശനം. ദൈവമേ അങ്ങ് കരുതിയിരിക്കണമേ എന്ന തലക്കെട്ടിലാണ് രാമചന്ദ്രൻ മാസ്റ്ററുടെ പോസ്റ്റ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമാകാത്ത മണ്ഡലങ്ങളിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. ജില്ലാ കമ്മിറ്റികളും സെക്രട്ടേറിയറ്റുകളും
ശേഷമായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമർപ്പിച്ച പട്ടികയാണ് ഇന്ന് പരിശോധിക്കുന്നത്. CPIM മത്സരിക്കുന്ന ഭൂരിപക്ഷം മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായിരുന്നു. വിവാദ ഉത്തരവുകൾ LDF അധികാരത്തിൽ വന്നാൽ റദ്ദ് ചെയ്യുമെന്ന് VS അച്യുതാനന്ദൻ. കരുണ അടക്കമുള്ള എല്ലാ കരാറുകളും റദ്ദാക്കുമെന്നും VS കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് 5 ലക്ഷത്തോളം ഏക്കർ സ്ഥലമാണ് നഷ്ടപ്പെടണമെന്ന് പറയണം. UDF ഗവൺമെന്റിന്റെ ഉമ്മൻചാണ്ടിയുടെ എല്ലാം പരിഷ്കാരങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അതെല്ലാം ഒഴിച്ചു നീക്കും. തിരുവനന്തപുരം മലയൻകീഴിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. അജിത്താണ് കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. വാഴകൃഷിക്കായി നരുവാമൂട് സഹകരണ ബാങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ ഭാര്യ റജിയുടെ പേരിൽ അജി വായ്പയെടുത്തിരുന്നു. വാഴകൃഷി നഷ്ടമായതോടെ തിരിച്ചടവ് മുടങ്ങി. ഇളവ് തേടി ബാങ്കിനെ സമീപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ബാങ്ക് അധികൃതർ പണം തിരികെ അടയ്ക്കണമെന്ന് വ്യക്തമാക്കി അജിക്ക് നോട്ടീസ് നൽകി. പണം അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞതായി ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് കോടതി ഹാജരാവണമെന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. അപ്പോൾ അതിനുശേഷം പുള്ളി മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നലെ പെട്ടെന്ന് കയറി ഇന്ന് 11 മണിക്ക് ചെല്ലണമെന്നാണ് അവർ പേപ്പർ കൊടുത്തിട്ട് അതിൻ്റെ റെക്കോർഡൊക്കെ ഉണ്ട് ഒരു കയ്യിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അധികൃതർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് അജിയുടെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയത് IS ഭീകരരെന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരീകരണം. കേന്ദ്രമന്ത്രി സുഷമ സ്വരാജാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മാർച്ച് 4-നാണ് ഫാദറിനെ യമനിൽ നിന്നും കാണാതായത്. ഫാദറിനെ സുരക്ഷിതമായി തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം തുടരുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 4-ാം തീയതി തെക്കൻ യമനിലെ ഏദനിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹം നടത്തുന്ന വൃദ്ധസദനത്തിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനിടെയാണ് വൈദികൻ ടോം ഉഴുന്നലിനെ കാണാതായത്. ആക്രമണത്തിൽ 4 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന് ശേഷം കാണാതായ ഫാദർ ടോം ഉഴുന്നലിനെ IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതാണെന്ന് അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് ഇക്കാര്യം അറിയിച്ചത്. അദ്ദേഹത്തെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സുഷമ സ്വരാജ് അറിയിച്ചു. എന്നാൽ അദ്ദേഹത്തെ എവിടെയാണ് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അയൽരാജ്യമായ ജിബൂട്ടിയിലെ എംബസി വഴിയാണ് ഇന്ത്യ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹൈദരാബാദ് സർവകലാശാലയിൽ അരങ്ങേറിയത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികളെന്ന് തെളിയുന്നു. VC ചുമതലയേൽക്കുന്ന ദിവസം അപ്പാറാവു സഹായികൾക്ക് നൽകിയ മാർഗനിർദ്ദേശ പത്രിക പുറത്തായി. ചുമതലയേറ്റാലുടൻ MBA അറിയിക്കണമെന്നാണ് പത്രികയിലെ പ്രധാന നിർദ്ദേശം. ആവശ്യമായ പോലീസ് സേനയെ വിന്യസിക്കണമെന്നും മുൻകൂട്ടി നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരും അപ്പാറാവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. ദളിത് വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദിയായ അപ്പാറാവു വീണ്ടും VCI ചുമതലയേറ്റെടുത്തത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പീപ്പിൾ TVക്ക് ലഭിച്ചത്. ചുമതലയേൽക്കുന്ന സമയത്ത് നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് സർവകലാശാല ബോർഡ് അംഗങ്ങൾക്കും പേഴ്സണൽ അസിസ്റ്റന്റ് കൃഷ്ണപ്രസാദിനും നൽകിയിരിക്കുന്ന നിർദ്ദേശപത്രികയിലാണ് കേന്ദ്ര സർക്കാർ പിന്തുണ വ്യക്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 22-ന് ചുമതലയേൽക്കുന്നതിന് മുമ്പ് MPയും കേന്ദ്ര തൊഴിൽ മന്ത്രിയുമായ ബന്ദാരു ദത്താത്രേയോട് ചുമതല ഏറ്റെടുക്കുന്ന കാര്യം ഫോണിലൂടെ അറിയിക്കാനാണ് അപ്പാറാവു നിർദ്ദേശിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തിയാൽ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാൻ ആവശ്യപ്പെടാനും പേഴ്സണൽ അസിസ്റ്റന്റ് കൃഷ്ണപ്രസാദിനോട് അപ്പാറാവു നിർദ്ദേശിച്ചു. ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്താൽ ഇമെയിൽ മുഖാന്തരം ആദ്യം MPയെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്ഥാനം ഏറ്റെടുക്കുന്നതിനായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ രജിസ്ട്രാർക്കും ബോർഡ് അംഗങ്ങൾക്കും നിർദ്ദേശം നൽകി. ഹൈദരാബാദിൽ അരങ്ങേറിയ സംഭവങ്ങളിൽ യാതൊരു പങ്കുമില്ലെന്നാണ് തെലങ്കാന സർക്കാർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചത്. എന്നാൽ VC അപ്പാറാവും കേന്ദ്ര സർക്കാരും തമ്മിൽ കണക്കുകൂട്ടി നടപ്പാക്കിയ പദ്ധതിയാണ് സർവകലാശാലയിൽ അരങ്ങേറിയതെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പഠാൻകോട്ട് ഭീകരാക്രമണം അന്വേഷിക്കുന്ന പാകിസ്ഥാൻ സംഘം നാളെ ഇന്ത്യയിലെത്തും. പഠാൻകോട്ട് സൈനിക താവളത്തിലെത്തി 5-അംഗ സംഘം തെളിവുകൾ ശേഖരിക്കും. അതിനിടെ ഇന്ത്യൻ ചാരനെ പിടികൂടിയെന്ന പാകിസ്ഥാൻ ആരോപണം ഇന്ത്യ നിഷേധിച്ചു. പഠാൻകോട്ട് ഭീകരാക്രമണത്തിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ സ്വീകരിക്കുന്നതിനായാണ് പാക് സംഘം ഞായറാഴ്ച ഇന്ത്യയിലെത്തുന്നത്. അന്വേഷണ സംഘത്തിലെ 5 പേർക്കും വിദേശകാര്യ മന്ത്രാലയം വിസ അനുവദിച്ചു. പഠാൻകോട്ട് സൈനിക താവളത്തിലെത്തി തെളിവെടുക്കുന്ന സംഘം NIA ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. അതിനിടെ ഇന്ത്യൻ ചാരനെ പിടികൂടിയെന്ന ഗുരുതര ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയത് ഇന്ത്യ നിഷേധിച്ചു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയിൽ പ്രവർത്തിച്ചിരുന്ന നാവികസേന ഉദ്യോഗസ്ഥനെ പിടികൂടിയെന്നായിരുന്നു പാക് ആരോപണം.
ഭൂഷൺ യാദവ് എന്ന പേരുള്ള ഇയാൾ ബലൂചിസ്ഥാനിലും കറാച്ചിയിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും ആഭ്യന്തരമന്ത്രി മീർ സർഫാസ് ഗുപ്തി ഇന്ത്യൻ സ്ഥാനപതി ഗൗതം ബംബാവിയെ വിളിച്ചു വരുത്തി അറിയിച്ചു. എന്നാൽ പാകിസ്ഥാൻ ആരോപണങ്ങൾ ഇന്ത്യ തള്ളി. ഉദ്യോഗസ്ഥൻ നേരത്തെ തന്നെ നാവികസേനയിൽ നിന്ന് വിരമിച്ചതാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ന്യൂസ്. ആലപ്പുഴ മണ്ഡലത്തിലെ 17 കേന്ദ്രങ്ങളിലെ പൊതുസ്ഥലം ശുചീകരിച്ച് ഡോക്ടർ തോമസ് ഐസക്കിന്റെ മാതൃകാപരമായ പ്രവർത്തനം ശ്രദ്ധേയമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനം നടന്നത്. LDF അധികാരത്തിൽ വന്നാൽ കേരളം മാലിന്യമുക്തമാക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. ഡോക്ടർ തോമസ് ഐസക് MLA മണ്ഡലത്തിൽ നടപ്പിലാക്കി വിജയിച്ച പദ്ധതികളായ ഉറവിട മാലിന്യ സംസ്കരണവും നിർമ്മല ഭവനം നിർമ്മല നഗരം എന്ന പരിപാടിയുടെയും ചുവടുപിടിച്ചാണ് തൻ്റെ മണ്ഡലത്തിലെ 17 കേന്ദ്രങ്ങളിൽ പൊതുസ്ഥലങ്ങളും മറ്റും വൃത്തിയാക്കി MLA മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത്. MLA തന്നെ ചൂലും മൺവെട്ടിയുമൊക്കെയായി മാലിന്യ നിർമ്മാർജ്ജനത്തിനിറങ്ങിയതോടെ നാട്ടുകാരും പ്രവർത്തകരും മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. ആദ്യം കലവൂർ മാർക്കറ്റിലാണ് ശുചീകരണ പ്രവർത്തനം നടന്നത്. ഇതുപോലുള്ള ആ പ്രവർത്തനങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ സന്ദേശം നൽകുന്നു. സന്ദേശം നൽകുക മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദൃഢനിശ്ചയം ഞങ്ങൾ ഈ കേരളത്തെ മാറ്റും. അതിനൊരു പരിപാടിയുണ്ട്. വലിയ കാര്യങ്ങൾക്ക് മാത്രമല്ല, ചെറുകാര്യങ്ങൾക്കും കൃത്യമായ വ്യക്തതയോടെയുള്ള കാഴ്ചപ്പാടുണ്ട് എന്നുള്ള സന്ദേശം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ നൽകുകയാണ്. 2 ആഴ്ചയ്ക്കകം മണ്ഡലത്തിലെ 157 ബൂത്തുകളിലും ഇതുപോലെ ശുചീകരണ പ്രവർത്തനം നടത്തുമെന്ന് ഐസക് പറഞ്ഞു. രാവിലെ 7 മണിയോടെയാണ് ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ആലപ്പുഴ മണ്ഡലത്തിലെ മാതൃകാപരമായ ഉറവിട മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ മറ്റ് നഗരസഭാ പ്രതിനിധികളും ഇന്ന് നടന്ന ശുചീകരണ പ്രവർത്തനം നേരിട്ട് കണ്ട് വിലയിരുത്താൻ എത്തിയിരുന്നു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പ്രമുഖ ഭവന നിർമ്മാതാക്കളായ മലബാർ ഡെവലപ്പേഴ്സിന്റെ പുതിയ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം കോഴിക്കോട് നടന്നു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MB അഹമ്മദ് പുതിയ പദ്ധതികളായ റോയൽ പൈൻ, ബാംബു പാർക്ക് എന്നിവയുടെ വിപണന ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ അത്യാധുനിക സൗകര്യത്തോടും കൂടി 60 ഭവനങ്ങൾ അടങ്ങിയതാണ് റോയൽ പൈൻ. കോഴിക്കോട് നഗരത്തിൽ നിന്ന് മാറി പെരുവയലിലാണ് ബാംബു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്.